ഇംപ്രവൈസ് ചെയ്യാന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാനും കണ്ണനും കൂടി അഭിനയിച്ച സിനിമയാണെങ്കിലും പെട്ടെന്ന് ഒരാൾ പോയി കഴിയുമ്പോൾ ഡാ ആ പോയത് ആരാണെന്ന് അറിയാമോ? അറിയാം, മാർട്ടിനെങ്കിൾ എന്ന് പറയും. ആ മാർട്ടിനെങ്കിൾ ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചത്. ഇന്നലെ പനാജിയിൽ 3 പേരെ കൊത്തിക്കൊന്നത് ആ മാർട്ടിനെങ്കിളാന്ന് പറയും. എന്നിട്ട് ഇതാ കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ അത് ഡയലോഗിലില്ല. അയാൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് തിത്തൈ തകതൈ തൈ തൈ അതൊക്കെ അപ്പിടുന്നതാണ്. അങ്ങനെ ആരെങ്കിലും കൊല്ലുവോ? പക്ഷെ അതാണ് അതില് വൈറൽ സീൻ. സോ ആ കയ്യിൽ നിന്നിടുന്ന ആ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ആ മറ്റേ പാല് എന്താണ് മറ്റേ റോട്ടിൽ പോയിട്ട് അച്ഛൻ ആ ഡയലോഗ് എന്തായിരുന്നു? അച്ഛാ TV വലുതായി കഴിഞ്ഞാൽ നമുക്ക് കാറ് വാങ്ങണം, കാറ് വാങ്ങണം, ബൈക്ക് വാങ്ങണം, പ്ലെയിന് വാങ്ങണം, എന്നിട്ട് അച്ഛൻ റോട്ടിൽ കൂടെ നടന്ന് തെണ്ട. അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേതും കൊണ്ട് പാല് കുടിക്കും മക്കളെ, അയ്യോ. പിന്നെ മറ്റേതില്ലേ ആമയുടെ സൈസ്. അതെ അതെ, ആമയുടെ സൈസ് എത്ര ഉണ്ടായിരുന്നു? മിനിഞ്ഞാന്ന് നീ ഒരു ആമയെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എത്ര ഉണ്ടായിരുന്നു? ഇത്രയും. ശരിക്കും എത്ര ഉണ്ടായിരുന്നു? ഇത്രയും. നീ സത്യം പറ, ആമ എത്ര ഉണ്ടായിരുന്നു? ശരിക്കും ഇത്ര ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക്. അപ്പൊ ഒരു അച്ഛനും മോനും അവിടെ കിടന്ന് പൂന്ത് വിളയാടുന്നു. പിന്നെ കിടക്കുന്നതിന് മുമ്പ് എന്തോ പറയില്ല, അതും അപ്പം ഇട്ടതാണ്. അവിടുന്ന് നല്ല ചൂച്ചു ഒഴിക്കുമ്പോ എന്റെ അണ്ണാക്കിലേക്ക് എന്നെ മൂത്ര കഴിക്കുന്ന എന്തോന്ന് പറയും. ഇതൊക്കെ ശരിക്കും മറക്കാൻ പറ്റാതെ വീട്ടില് എന്തൊക്കെയോ സെയിം ഇത് തന്നെ വീട്ടിൽ സംഭവിക്കുന്നു. Were you home when he was growing? പക്ഷെ അവിടെ വേണ്ട അധികം പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ഒരാൾ കഴുതയാ വേണ്ടി വരും. ഇങ്ങനെ ചെയ്യും, അത് എല്ലാ ആനയും ഇങ്ങനെ ചെയ്യും. എനിക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞാ ഞാൻ ചെറിയ കണ്ണുള്ള ചെറിയ കണ്ണുള്ള ആനയുടെ പേരെന്താണ്? എല്ലാ ആനയ്ക്കും ചെറിയ കണ്ണല്ലേ, അത്രയും വലിയ രൂപത്തിൽ. എനിക്ക് എന്താ പറഞ്ഞു തന്നോണ്ടിരിക്കണേ? ആ നല്ല വാലുള്ള ഇങ്ങനെ നിക്കില്ലേ, കറുത്ത കളറിലെ. ഏതാനക്ക് ഇങ്ങനെ മറ്റേ കൊല്ലത്തുനിന്ന് വരില്ലേ ഒരു ആന? ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കണേ, എനിക്കറിയില്ല. വാട്ട്സ് യുവർ ഫേവറേറ്റ് ആന? ഫേവറേറ്റ് ആന നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ ലക്ഷ്മി കുട്ടി ആ സിനിമയിൽ അഭിനയിച്ച. ഓ, ഇപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ ആ പൂച്ച അയച്ചത് ആരാന്ന്. അല്ല, അത് കണ്ടുപിടിച്ചു ആൾക്കാർ, ഡീകോഡ് ചെയ്തു. ആരായിരുന്നടാ അത്? ഡീകോഡ് ചെയ്തു. ഇപ്പൊ ആരാ പ്രൊഡ്യൂസറാ? അതില് വൺ ഓഫ് ദ ഐ മീൻ ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. അതിലൊരു ചുമ്മാ അതൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റില്ല. ഞാനൊക്കെ കൊറേ ശ്രമിച്ചതാ. ആ റെഡ് നെയിൽ പോളിഷ് ഇങ്ങനെ അതൊന്നും ഇങ്ങനെ തടവണ കുട്ടി. ക്യാമറ നമ്മളിങ്ങനെയല്ലേ തടവ, ആ കുട്ടിയെ ഇങ്ങനെ തടവ. ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ മറ്റേ ആനയുടെ വാല് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു എന്തെങ്കിലും if you're prepared to do it. ലാലു അലക്സ്. അത് കാണിച്ചല്ലോ. എനിക്ക് ഫോൺ വരുന്നു. സുരേഷ് ഗോപി പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ കാണിച്ചു. ഇല്ല വേണം. പാട്ട് പാടുന്നത് ഏതാ? സുരേഷ് ഏട്ടൻ നെഞ്ചുക്കുൾ പെയ്തിടും പാടിയതെന്ന്. അതാ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ, സുരേഷ് ഏട്ടൻ പണ്ടത്തെ അല്ല, ഇപ്പൊ എന്നെ നേരെ സെൻട്രലിൽ നിന്ന് ആള് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. ഒരു കേന്ദ്രമന്ത്രി കളിക്കുന്ന വേണ്ട. ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ടത്. ഞാൻ തന്നെ ഈ കണ്ണൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അതിലും എന്നെ ഇൻക്ലൂഡ് ചെയ്തു. സുരേഷിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പെർമിഷൻ ചോദിച്ചു. സാമജപരഗമന ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊരു ലിറിക്സ് അത്. 2 ലൈൻ വേണമെങ്കിൽ. സുരേഷ് ചേട്ടന് വേണ്ടി ലൈക് വി ആർ ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു യു ബിക്കോസ് ഐ എം ആസ്കിംഗ് ഹിം. ഇത് ഞാൻ ഒരിക്കലും വെട്ടിക്കളയില്ല. ഉറപ്പല്ലേ? MyG presents Pearly Money Show in association with Arabian Golden Times. അടുത്തതൊരു മിമിക്രി ആണ്. ജയറാം ഏട്ടൻ. എനിക്ക് ഇതിനും ഒരു ബന്ധമില്ല. അങ്ങനെയല്ല, അവരും ഞാനും കൂടി നിർബന്ധിച്ചപ്പോ
ഹീസ് എ സ്വീറ്റ് ഹാർട്ട്. അത് 2 ലൈൻ പാടിയോണ്ട് കുഴപ്പമില്ല. അതെ 2 അല്ല 4 പാടുമ്പോഴായിരിക്കും. അല്ല എന്നിട്ട് നമുക്ക് കണ്ടിട്ട് വേണ്ടെങ്കിൽ കട്ട് ചെയ്യാലോ, അത് മാത്രമായിട്ട് റീലാണ്. തോളി 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 തോളിയായി വന്നാളേ. മതി എന്നെ, മതി മതി. ഞാനില്ല. ഇത് എന്നെ കുറച്ച് ഡേഞ്ചറാ. വേണ്ട. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണൻ വേണ്ടട്ടോ. അത് ഇല്ല സാമ വേണ്ട ഒന്ന് സാമയൊന്നും ഞാനില്ല. പെട്ടെന്നെടുത്ത് പറയാന്ന് പറയാൻ എനിക്ക് പൊന്നിയിൻ സെൽവൻ പറയാൻ പറ്റും. കാരണം വേറെ ഒന്നും കൊണ്ടില്ല. അങ്ങനെ അതിനകത്ത് ആ നോവലിൽ തന്നെ ഏറ്റവും ചെയ്യാൻ ഒരുപക്ഷെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. രൂപം കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന ഫോണില് ഇല്ല, ഇത് കാറിൽ എന്തോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ എന്താ. ഇതില് ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു. ഓ, അവിടെ ഒരു ചെറിയ ട്രാപ്പ്. പക്ഷെ എങ്കിലും എന്നാലും അത് കണ്ടുപിടിച്ചത് ഒരു കാര്യമില്ലാതെ ഒരു 2-3 ബോംബെക്കൊന്ന് പോണം. അതെ, ഇനിയൊന്ന് ഞാൻ ചോദിച്ചു എന്താ ബോംബെക്ക് പോകുന്നത് എന്താ. 2-3 ഹിന്ദി പ്രൊഡ്യൂസർമാരൊക്കെ വിളിച്ചിട്ടുണ്ട്, അപ്പൊ ഒന്ന് ബോംബെയിൽ പോകണം. ഞാൻ പറഞ്ഞു ആര് ഹിന്ദി പ്രൊഡ്യൂസർ? അതെ, അങ്ങനെ ഒരു പ്രാവശ്യം ബോംബെക്ക് പോയി. പിന്നെ 2ാമത് അടുത്ത ആഴ്ച കണ്ണ ഇനിയിപ്പോ ഒന്നുമില്ല, ബോംബെക്ക് ഒന്ന് പോണം. അതെ, 2-3 ഹിന്ദിയിൽ അവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതെ. മൂന്നാമത്തെ പ്രാവശ്യമാണ് വെച്ചാൽ ഇനിയിപ്പോ ഈ ആഴ്ച കണ്ടാൽ ഫ്രീ അല്ലേ നമുക്ക്. അങ്ങനെ അല്ലപ്പാ, ബോംബെക്ക് ഒന്നും പോകാൻ. അപ്പൊ താരണി ബോംബെയിൽ വരും. മറ്റേ മൂകാംബികയ്ക്ക് പോണം. ഇവിടെയും സ്കോർ ചെയ്യുന്ന ആരാ? ബോംബെക്കൊന്ന് പോണം. അടുത്ത ക്വസ്റ്റ്യൻ. One habit you picked up